എഴുതിയിട്ടില്ല. പോലെ ലാലേട്ടൻ പറഞ്ഞ് ഞാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ശ്രമിക്കുന്നതുകൊണ്ട് അത് എന്നാവുന്നൊക്കെ എനിക്ക് അറിയില്ല. നടന്നാൽ നടന്നു പോരെ, അത്രയേ ഉള്ളൂ. അതാണ് യാഥാർത്ഥ്യം. അപ്പൊ അവിടെ ഇവിടെ നിങ്ങളൊക്കെ പറയുന്നത് കേട്ട് യാഥാർത്ഥ്യം ഞാൻ ശരിക്കും ദൃശ്യം 3 ഉണ്ടാവുമോ? ദൃശ്യം 3 തീർച്ചയായിട്ടും ഉണ്ട്. തീർച്ചയായിട്ടും ആ സിനിമ ഉണ്ട്. മോഹൻലാൽ അഭിനയിച്ച ജിത്തു ജോസഫ് ഡയറക്ട് ചെയ്ത പടമായിരുന്നു ദൃശ്യം എന്ന് പറയുന്നത്. വൻ വിജയമായിരുന്നു തിയേറ്ററിൽ. ആ പടത്തിന്റെ ഫസ്റ്റ് ആയാലും സെക്കൻഡ് OTT ആയിരുന്നു ഇറങ്ങിയത്. എന്നാൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ ഹിറ്റായ ഒരു മൂവിയാണ് ദൃശ്യം എന്ന് പറയുന്നത്. ആ ദൃശ്യത്തിന് ശേഷം ഇപ്പം ദൃശ്യം 3നെ പറ്റിയിട്ടാണ് എല്ലാവരും ഇപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചർച്ച ചെയ്യാൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തന്നെയാണ്. ഇപ്പം ഇന്നലെ ഞാനൊരു ഇന്റർവ്യൂ കാണാനായിട്ട് ഇടയായിട്ടുണ്ടായിരുന്നു. ഇന്റർവ്യൂ അല്ല, ഒരു ജസ്റ്റ് ഒരു ബൈറ്റ് മാത്രമാണ് ജിത്തു ജോസഫിന്റെ. കുറച്ച് മീഡിയക്കാർ ഈ ദൃശ്യം 3യുടെ അപ്ഡേറ്റ് ജിത്തു ജോസഫിന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ നൈസായിട്ട് ഈ ഒരു വിഷയം പറഞ്ഞ് ഒഴിഞ്ഞു മാറുവാണ്. വേറെ ഒന്നുമല്ല, പുള്ളി പണ്ട് പറയുന്ന കാര്യം തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വലിയ വ്യത്യസ്തമായിട്ടൊന്നും തോന്നിയൊന്നുമില്ല. എന്തായാലും ഇതിന്റെയൊക്കെ സ്റ്റാർട്ടിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തന്നെയാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തന്നെയാണ് ഈ ഒരു മൂവിയെ പറ്റിയിട്ട് അനൗൺസ് ചെയ്തത്. ഒരു പ്രോഗ്രാമിനിടയിൽ ആന്റണി പെരുമ്പാവൂരിന്റെ അടുത്ത് ടോവിനോ തോമസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ദൃശ്യം 3 സംഭവിക്കുമോ ഇന്ന്. അന്നേരം ആന്റണി പെരുമ്പാവൂർ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ശരിക്കും ദൃശ്യം 3 ഉണ്ടാവുമോ? ദൃശ്യം 3 തീർച്ചയായിട്ടും ഉണ്ട്. തീർച്ചയായിട്ടും ആ സിനിമ ഉണ്ട്. കാരണം അതിന്റെ പണിപ്പുരയിലാണ് അത്. അതിന്റെ ആശയങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ദൃശ്യം 3 എന്ന സിനിമ ഉണ്ടാവും. തീർച്ചയായിട്ടും ദൃശ്യം 3 എന്ന് പറയുന്ന ഒരു പടം ഉണ്ടാവുമെന്നാണ് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞത്. ഇതിനുശേഷം മോഹൻലാലും ഒരു ഫ്ലൈറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ദൃശ്യം 3 ഉടനെ ഇറങ്ങും എന്നുള്ള രീതിയിൽ. പിന്നെ അതിനുശേഷം ഇതിനെ പറ്റിയിട്ട് വലിയ ചർച്ചകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ എന്നാൽ പോലും ജിത്തു ജോസഫിന്റെ പല പടങ്ങളും ഇറങ്ങുന്ന സമയത്ത് ജിത്തു ജോസഫിന്റെ അടുത്ത് ഈ ദൃശ്യം 3യുടെ അപ്ഡേറ്റ് ചോദിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു. കുറച്ച് നാൾക്ക് മുന്നേ പുള്ളി പറഞ്ഞ ഒരു ഇന്റർവ്യൂ നമുക്കൊന്ന് കണ്ടുനോക്കാം. ദൃശ്യം 3യെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്തായിരിക്കും മനസ്സിലുള്ള കാര്യങ്ങൾ? ബ്ലാങ്കാ, ഇപ്പോഴും ബ്ലാങ്ക്. അതിനകത്തൊരു വലിയ പ്രോബ്ലം. ദൃശ്യം 1 കഴിഞ്ഞിട്ട് 2 പ്ലാനില്ലായിരുന്നു. അതൊരു 2015 തൊട്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങിയത്. 13ലാണ് ദൃശ്യം ഇറങ്ങുന്നത്. 5 കൊല്ലം എടുത്തു അതിലേക്ക് ലാൻഡ് ചെയ്യാനായിട്ട്. കാരണം അതിനകത്ത് ഒരു ഏരിയ ആണ്. എനിക്ക് ബാക്കി എല്ലാ ഏരിയയിലും എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് അതെങ്ങനെ ചെയ്തെടുക്കണം എന്നുള്ളത്. ഒരു ഏരിയ കിട്ടണം. ആ ഏരിയ കിട്ടിയാലേ ഈ സിനിമ ചെയ്യാൻ പറ്റത്തുള്ളൂ. 3ലും ഞാൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം സെയിം ആണ്. അതിന്റെ ബാക്ക് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. ക്ലൈമാക്സും എനിക്കറിയാം. അത് ഞാനന്ന് ലാൽ സാറിനോട് പറഞ്ഞു, ഈ 3rd ഉണ്ടല്ലോ അത് ഇങ്ങനെയായിരിക്കണം അവസാനിക്കേണ്ടത്. ലാൽ സാറിനോട് ഇഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷെ അതിലേക്ക് സംഭവം ക്ലൈമാക്സ് എന്താണെന്ന് പുള്ളിയുടെ കയ്യിലുണ്ട്. പക്ഷെ എന്നാൽ പോലും അതിന്റെ കുറച്ച് സംഭവങ്ങളും കൂടിക്ക് വരാനുണ്ട്. കാര്യം നമുക്കറിയാം ഒരു പടം ഇറക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരപ്പെട്ട പരിപാടിയല്ല. പ്രത്യേകിച്ച് അതിന്റെ സ്ക്രിപ്റ്റ് എഴുതുക എന്ന് പറയുന്നതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ചടങ്ങ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം മനസ്സിൽ സെറ്റ് ആയതിനു ശേഷമേ നമുക്ക് ഈ ഒരു പടം എഴുതി തുടങ്ങാനും പറ്റത്തുള്ളൂ. ഇത് തന്നെയാണ് ജിത്തു ജോസഫ് എല്ലായിടത്തും പറഞ്ഞിരുന്നത്. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, പിന്നെ എന്തിനാണ് ഈ ഒരു പടത്തിന്റെ അനൗൺസ്മെന്റ് നടത്തിയെന്ന് എനിക്കറിയത്തില്ല. അതിനുശേഷം എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ ഈ ദൃശ്യം 3യെ പറ്റിയിട്ട് മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ജിത്തു ജോസഫ് പറഞ്ഞ കാര്യം നമുക്കൊന്ന് കേട്ടു നോക്കാം. പോലെ ലാലേട്ടൻ പറഞ്ഞ് ഞാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ശ്രമിക്കുന്നതുകൊണ്ട് എനിക്ക് അത് എന്നാവുന്നൊക്കെ എനിക്ക് അറിയില്ല. നടന്നാൽ നടന്നു പോരെ, അത്രയേ ഉള്ളൂ. അതാണ് യാഥാർത്ഥ്യം. അപ്പൊ അവിടെ ഇവിടെ നിങ്ങളൊക്കെ പറയുന്നത് കേട്ട് യാഥാർത്ഥ്യം ഞാൻ പറയാം. ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ എന്തെങ്കിലും ഒരു സംഭവം കിട്ടിയാൽ ഞാൻ ചെയ്യില്ല. ഇത്രയും ഉണ്ടാവില്ല അത് വെച്ചാൽ. പക്ഷെ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പുള്ളി മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം ഒരുപക്ഷെ ശ്രമിച്ചിട്ട് നടന്നില്ല എങ്കിൽ ഈ ദൃശ്യം 3 ഉണ്ടാവത്തില്ല എന്ന് വ്യക്തമായിട്ട് ജിത്തു ജോസഫ് പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ എന്നാൽ പോലും എവിടെയൊക്കെയോ ചെറിയൊരു ഹോപ്പുണ്ട്, അത്രേ ഉള്ളൂ. എനിക്ക് ബേസിക്കലി ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പടം ഇറങ്ങുമെങ്കിൽ മാത്രമേ അതിനെ പറ്റിയിട്ട് വന്ന് പറയാവൂ. അല്ലാതെ നമ്മൾ ചുമ്മാതെ വന്നിരുന്നിട്ട് ഡയലോഗ് അടിച്ചിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് ആശീർവാദ് ഫിലിംസിന്റെ മെയിൻ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലാണ് ഈ ആന്റണി പെരുമ്പാവൂരിനെ അറിയുന്നത്. അപ്പൊ ഈ പുള്ളിയൊക്കെ വന്ന് ഇങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് പല മീഡിയാസുകാരും ജിത്തു ജോസഫിനെ കാണുമ്പോൾ ഈ ഒരു കാര്യം ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. ഓക്കെ, എന്നാൽ ഇതിനകത്ത് കുറച്ച് അൺനെസസറി ആയിട്ടുള്ള ചോദ്യങ്ങളും ഉണ്ട്. എന്തായാലും ബാക്കിയുടെ കാണാം. എന്തെങ്കിലും ഒരു ഇതില്ലാതെ അത്രേ ഉള്ളൂ. അതാണ് യാഥാർത്ഥ്യം. സാറിന് ഒരു ഉറപ്പ് കിട്ടും എന്തായാലും. സാറിന് എന്തായാലും ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം ഫസ്റ്റ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഉണ്ടാവും ഞാൻ വിചാരിച്ചതല്ല. അതൊരു 3-4 കൊല്ലം അങ്ങനെ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യാൻ പറഞ്ഞപ്പോൾ ട്രൈ ചെയ്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. സെക്കൻഡിനേക്കാളും കൂടുതൽ എഫേർട്ട് ഇടുന്നുണ്ട്. സാറിന്റെ കയ്യിൽ നിന്ന് എനിക്കൊരു ഉറപ്പ് കിട്ടും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കര കോമഡി ആയിട്ടുള്ള ചോദ്യമായി പോകും. കാര്യം നിങ്ങൾ തന്നെ നിങ്ങളുടെ വില കൊണ്ടുവന്ന് കളയാതിരിക്കാൻ നോക്കുക. കാര്യം പൊതുവേ മീഡിയക്കാർ എല്ലായിടത്തും ക്യാമറ നോക്കി ചെല്ലുന്നതെന്നും പറഞ്ഞിട്ട് കുറെ ആൾക്കാർക്ക് പുച്ഛമാണ്. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഇതും കൂടെ ഇടിച്ച് കയറി ചെന്ന് ഞങ്ങൾക്കൊരു ഉറപ്പ് കിട്ടണം, ഉറപ്പ് തരാൻ പറ്റൂ. ഒരു പടം ഇറക്കുന്നത് നിസ്സാരപ്പെട്ടൊരു കാര്യമല്ല. പ്രത്യേകിച്ച് ദൃശ്യം പോലുള്ളൊരു പടം വളരെ ചിന്തിച്ചിറക്കേണ്ട ഒരു കാര്യമാണ്. ഈ 3 എങ്ങാനും ഇറങ്ങി പൊട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് പാർട്ടിനെയും സെക്കൻഡ് പാർട്ടിനെയും കൂടെ അഫക്ട് ചെയ്യും. അപ്പൊ ഈ ഒരു പടം ഇറക്കുമ്പോഴത്തേക്ക് പൈസ എന്ന് പറയുന്ന ഒരു സാധനം മാത്രമല്ല ടാർഗറ്റ് ചെയ്യേണ്ടത്. അതിനകത്തെ ആ കഥ എന്ന് പറയുന്ന ഒരു സാധനം കിടലുമായിരിക്കണം. അതാണ്. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഒന്ന് ഉറപ്പുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതിനകത്തോട്ട് വലിയ പ്രസക്തമില്ലാത്തൊരു ചോദ്യമായി പോയത്.
ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് അറിയില്ല, എന്നാലും ഒരു തോട്ട് സാറിന്റെ കയ്യിലുണ്ട്. എന്നാലും ബ്രില്യൻസ് എല്ലാ കാര്യങ്ങളും അങ്ങനെ ഒന്നും ചോദിച്ചില്ല. അല്ല അങ്ങനെ ചോദിച്ചതല്ല തോട്ടുമില്ല, സാറ്. ഒന്നുമില്ല, അല്ല ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. ഇതിനെക്കുറിച്ച് ഇത്രയേ ഉള്ളൂ. ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ദൈവമായിട്ട് നല്ല ഐഡിയ കിട്ടിയാൽ ചിന്ത ഉണ്ടാവും, അല്ലെങ്കിൽ എനിക്കറിയില്ല, ഞാൻ എങ്ങനെ പറയണേ. എല്ലാവരും നല്ല ദൃശ്യം 1 ആയാലും 2 ആയാലും അത്ര സാറിന് തന്നെ അറിയാം, അത്രയ്ക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് എല്ലാവരും കണ്ടത്. ഇന്ന് കരുതി ഇപ്പൊ 3 ഉണ്ടാക്കാൻ എങ്ങനെയെങ്കിലും 3 ഉണ്ടാക്കാൻ എനിക്ക് ഇല്ല. അപ്പോൾ എന്തെങ്കിലും നല്ലത് ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കും. അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു ഗ്യാരണ്ടി പറയാനുള്ള സ്ഥിതിയിലല്ല, കാരണം ഞാൻ എഴുതാൻ പോലും തുടങ്ങിയിട്ടില്ല. അതിനെ പറ്റിയിട്ട് ഒരു ഗ്യാരണ്ടി പറയാനുള്ള ഒരു സ്ഥിതിയല്ലെന്ന് പുള്ളിക്കാരൻ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ ജിത്തു ജോസഫ് ഈ കൂടെ ഉള്ള ആൾക്കാരുടെ അടുത്തും കൂടി പറയണം, പ്രത്യേകിച്ച് ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ ആയിക്കോട്ടെ, ഇതിനകത്ത് അഭിനയിച്ചവരുടെ ആയിക്കോട്ടെ, അതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരിക്കും. അല്ലാതെ വെറുതെ വന്ന് ആൾക്കാരുടെ ഇടയിലോട്ട് ദൃശ്യം 3 എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു ഹോപ്പ് ഇട്ടിട്ടൊരു പ്രയോജനമില്ല, ഇല്ലേ? ഞാൻ ഇപ്പോൾ കുറച്ച് മുന്നേ ദൃശ്യം 3യുടെ ഒരു ട്രെയിലർ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു പുള്ളി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവമാണ്. എന്തായാലും എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഏകദേശം 4 ലക്ഷം പുറത്ത് ആൾക്കാർ അത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് വേണം ഈ ഒരു മൂവിക്ക് വേണ്ടി എത്രയോ ആൾക്കാർ വെയിറ്റിംഗ് ആണ് എന്ന്. പക്ഷെ എന്തിനാണ് ഇങ്ങനെ ഒരു സാധനം ഉറപ്പില്ലാതെ വെറുതെ ഹോപ്പ് കൊടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. കാര്യം സംഭവിക്കുമെങ്കിൽ മാത്രമേ സംഭവിക്കൂ എന്ന് പറയാവൂ. ഇപ്പം ഈ ഇടയ്ക്ക് വെച്ച് റാമിനെ പറ്റിയിട്ടും ഇതുപോലെ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പം ജിത്തു ജോസഫിന്റെ മോഹൻലാലിന്റെ പടമാണ് റാം എന്ന് പറയുന്നത്. അതിനെ പറ്റിയിട്ട് വേറെ അപ്ഡേറ്റ്സോ കാര്യങ്ങളൊന്നും നിലവിൽ വരുന്നില്ല. അതിൽ ഉടനെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും ഈ ഒരു ഇന്റർവ്യൂവിന്റെ തുടക്കം ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ദൃശ്യം 3നെ പറ്റിയിട്ടെന്ന്. ശരിക്കും ലാലേട്ടൻ സൂം എന്ന് പറയുന്ന ഒരു ചാനലിൽ, നോർത്ത് ഇന്ത്യൻ ചാനലാണെന്ന് തോന്നുന്നു, അതിനകത്ത് ഒരു 10-15 ദിവസത്തിന് മുന്നേ ബാറോസിനെ പറ്റിയിട്ട് അങ്ങാണ്ട് പുള്ളിക്കാരൻ സംസാരിക്കുന്നുണ്ട്. ഒരു വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിക്കുന്ന കാര്യമാണ്. അതിനകത്ത് ഈ ദൃശ്യം 3നെ പറ്റിയിട്ട് പുള്ളി സംസാരിക്കുന്നുണ്ട്. ലാലേട്ടൻ എന്താണ് പറഞ്ഞതെന്നും കൂടി നമുക്ക് കേൾക്കാം. We'll produce the film and we'll do it. Then Drishyam 2 took around another 6 years. And I think I met him yesterday also. I asked, any possibility of Drishyam 3? He said, wait. He's working on it. We are working on it. It's not that easy. If you have some idea, share it with us. If you have some idea, share it with us. മോഹൻലാലും ഇത് തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക എന്നുള്ള രീതിയിൽ. പക്ഷേ ലാലേട്ടൻ കുറച്ച് നാൾക്ക് മുന്നേ ഇങ്ങനെ അല്ലായിരുന്നു പറഞ്ഞത്. ദൃശ്യം 3 ഉടനെ സംഭവിക്കും എന്നുള്ള രീതിയിലായിരുന്നു ഒരു ഫ്ലൈറ്റിൽ വെച്ചിട്ട് പറഞ്ഞൊരു വീഡിയോ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. പക്ഷേ ഞാൻ ആ വീഡിയോ തപ്പിയിട്ട് എനിക്കത് കിട്ടുന്നില്ല, അല്ലായിരുന്നു അതോടെ എടുത്ത് വെച്ചേനെ. അപ്പോൾ എന്തായാലും സംഭവിക്കുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് ദൃശ്യം പോലുള്ളൊരു മൂവിയെ പറ്റിയിട്ട് അതിൻ്റെ ആ ഫസ്റ്റും സെക്കൻഡും ആ ഒരു ക്വാളിറ്റി ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. അപ്പം ഇറക്കുവാണെങ്കിൽ അത്രയും അടിപൊളിയായിട്ട് തന്നെ ആ ഒരു മൂവി ഇറക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം. എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.